Hello, good afternoon. Welcome to Learnino. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ട്രാൻസ്ഫോമർലെസ് പവർ സപ്ലൈനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് MCQs ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. Which component is commonly used in transformerless power supply to reduce voltage? വോൾട്ടേജിനെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് കോമ്പണന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ്. ഓപ്ഷൻസ് നോക്കൂ. കപ്പാസിറ്റർ, ഇൻഡക്ടർ, റെസിസ്റ്റർ, ഡയോഡ്. അല്ലെ, അപ്പൊ നമുക്ക് ഓരോ കോമ്പണന്റുകളുടെ ഡ്യൂട്ടി എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഡയോഡ് നോക്കൂ. ഡയോഡ് എന്തിനു വേണ്ടിയിട്ടാണ്? റെക്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. അല്ലെ, AC-നെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഡയോഡുകൾ അതിൽ യൂസ് ചെയ്യുന്നത്. റെസിസ്റ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് എക്സസ് ആയിട്ട് വരുന്ന ആ ഒരു എനർജീനെ ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ആയിട്ട് അത് ഡിസിപ്പേറ്റ് ആയി പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെ, ആ ഒരു ഹീറ്റിന്റെ ഫോമിൽ അത് ഡിസിപ്പേറ്റ് ആയി പോകുന്നതിന് വേണ്ടിയിട്ടാണ് റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോമർലെസ്സിൽ നമ്മൾ ഇൻഡക്ടർ യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. പിന്നെ നമുക്ക് ഏതാണ്? വോൾട്ടേജ് റെഗുലേഷന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ വോൾട്ടേജ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതാണ്? കപ്പാസിറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ ആണ് റെസിസ്റ്റർ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. What is the typical application of transformer-less power supply? Transformer-less power supply യുടെ typical ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്താണ്? ഇൻഡസ്ട്രിയൽ മെഷീനറി യൂസ് ചെയ്യാനായിട്ട് പറ്റും, പക്ഷെ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. കാരണം നമുക്ക് അവിടെ വളരെ ലോ വോൾട്ടേജ് ആണ് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. അല്ലെ, ആ വലിയ ഒരു ചെറിയൊരു 5 വോൾട്ട് അല്ലെങ്കിൽ 12 വോൾട്ട് നമുക്ക് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഹൗസ് ഹോൾഡ് അപ്ലയൻസസ് അത് നമുക്ക് പറ്റും. അല്ലെ, ഹൗസ് ഹോൾഡ് അപ്ലയൻസിലേക്ക് വേണ്ട മൊബൈൽ ചാർജർ ഒക്കെ നമുക്ക് ഹൗസ് ഹോൾഡർ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ചെറിയ ചെറിയ ഡിവൈസസുകളൊക്കെ നമുക്ക് വരുന്നുണ്ട്, അതിൽ യൂസ് ചെയ്യാം. പവർ ടോൾ, മെഡിക്കൽ എക്യുപ്മെന്റ്, ഇതിലൊക്കെ നമുക്ക് ഈ ഒരു ലോ ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നത് നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യാറില്ല. സോ ഹിയർ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. പിന്നെ നമുക്ക് ഇലക്ട്രോണിക് ടോയ്സുകള്, മൊബൈൽ ചാർജറുകൾ, LED ലൈറ്റിന് വേണ്ടിയിട്ട്, അല്ലെ, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിലൊക്കെയാണ് നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോമർലെസ് പവർ സപ്ലൈ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. What is the role of Zener diode in a transformerless power supply? Zener ഡയോഡിന്റെ റോൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെ, അപ്പൊ നമുക്ക് റെക്ടിഫിക്കേഷന് ശേഷം നമ്മൾ 4 ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫിക്കേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു റെക്ടിഫിക്കേഷൻ ശേഷം വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജിനെ ഒരു റെഗുലേറ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? അല്ലെങ്കിൽ ഒരു റെഗുലേറ്റഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ബിക്കോസ് ഓഫ് ദി Zener ഡയോഡ്. അല്ലെ, അപ്പൊ നമുക്ക് വോൾട്ടേജ് റെഗുലേഷൻ ആണ് ഈ പറയുന്ന Zener ഡയോഡിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. What is the function of resistor in series with a capacitor in a transformerless power supply? Transformerless power supply യിലെ റെസിസ്റ്റർ, അതായത് കപ്പാസിറ്ററിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്ററിന്റെ ഡ്യൂട്ടി എന്താണ്? നമുക്കറിയാം, ടു ലിമിറ്റ് ദി കറന്റ്. അതിലൂടെ വരുന്ന എക്സസ് ആയിട്ട് വരുന്ന കറന്റിനെ ലിമിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു കപ്പാസിറ്ററിന് സീരീസ് ആയിട്ട് നമ്മൾ റെസിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ. Which component is commonly used for rectification in transformerless power supply? Rectification ആയിട്ട് നമ്മൾ ഏത് കോമ്പണന്റ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം, ഓപ്ഷൻ ബി ഡയോഡ് ആണ്. അല്ലെ, ഡയോഡുകളാണ് നമ്മൾ റെക്ടിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്ഫോമർലെസ് പവർ സപ്ലൈയിൽ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. What type of current does a transformerless power supply primarily deal with? അല്ലെ, പ്രൈമർലി ആദ്യമായിട്ട് ട്രാൻസ്ഫോമർലെസ് പവർ സപ്ലൈയിലേക്ക് വരുന്ന കറന്റ് ഏതാണ്? നമുക്കറിയാം, ഹൈ വോൾട്ടേജിൽ വരുന്ന AC ആണ്. അല്ലെ, ഔട്ട്പുട്ട് ആണ് നമുക്ക് എന്ത് പറയുന്നത്? DC എന്ന് പറയുന്നത്. അപ്പൊ ഇൻപുട്ട് എന്താണ് വരുന്നത്? AC ആണ്. അത് ഹൈ വോൾട്ടേജ് ആണ്. ചിലപ്പോൾ 120 ആയിരിക്കാം, അല്ലെങ്കിൽ 230 ആയിരിക്കാം. റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കാം? ചിലപ്പോൾ 3 വോൾട്ട് ആയിരിക്കാം, അതല്ലെങ്കിൽ 5 ആയിരിക്കാം, അതല്ലെങ്കിൽ 12 ആയിരിക്കാം. ഇതാണ് നമുക്ക് വരുന്ന ഔട്ട്പുട്ട് DC വോൾട്ടേജ്. അപ്പൊ ഇൻപുട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രൈമറി ഡീൽ ചെയ്യുന്നത് ഏതിനെയാണ്? ആൾട്ടർനേറ്റിംഗ് കറന്റ് ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. What is the role of bleeder resistor in a transformerless power supply? ട്രാൻസ്ഫോമർലെസ് പവർ സപ്ലൈയുടെ ബ്ലീഡർ റെസിസ്റ്ററിന്റെ യൂസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്ത് പ്രൊവൈഡ് ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത്? ഒരു ബ്ലീഡർ റെസിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ലാസ്റ്റ് വരുന്ന കണക്ഷൻ വരുന്നതാണ് നമുക്ക് ആ ഒരു ബ്ലീഡർ റെസിസ്റ്റർ എന്ന് പറയുന്നത്. അത് കപ്പാസിറ്ററിന്റെ ഡിസ്ചാർജിംഗ് പാത്ത് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. In transformerless power supply, what is the typical voltage range for low power applications? വളരെ ലോ പവർ ആപ്ലിക്കേഷൻസിൽ വരുന്ന ടിപ്പിക്കൽ വോൾട്ടേജ് ഏതാണ്? ഇറ്റ് ഈസ് 5 to 12 ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ടിപ്പിക്കൽ വോൾട്ടേജ്. ആ ഒരു ലോ പവർ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ 5 to 12 ആണ് വരുന്നത്. നമുക്ക് 3 വോൾട്ടേജ് ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. What is the typical application of transformerless power supply in an electronic devices? ഒരു ഇലക്ട്രോണിക് ഡിവൈസസിൽ വരുന്ന ഒരു ടിപ്പിക്കൽ ആപ്ലിക്കേഷൻ എന്താണ്? ഓപ്ഷൻസ് നോക്കൂ. ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻ,
സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ, ലോ പവർ ആപ്ലിക്കേഷൻ അല്ലെ, ലോ പവർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോമർലെസ് പവർ സപ്ലൈ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. Which component in a transformerless power supply helps to maintain a stable output voltage? അല്ലെ, സ്റ്റേബിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏത് കോമ്പണന്റ് ആണ്? ഇൻഡക്ടർ, റെസിസ്റ്റർ, സെനർ, ബ്രിഡ്ജ് റെക്ടിഫയർ. നമുക്കറിയാം സെനർ ഡയോഡ് ആണ് അവിടെ ഒരു വോൾട്ടേജ് റെഗുലേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ഇറ്റ് ഈസ് സെനർ ഡയോഡ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ട്രാൻസ്ഫോമർലെസ് പവർ സപ്ലൈ എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.